കൾഡിക്കോഡറിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രാമീണ കലയായ മലവാഴിയാട്ടത്തെക്കുറിച്ചുള്ള കൗതുകകരമായ ചില ചിന്താവിഷയങ്ങളാണ് ഈ എപ്പിസോഡിന്റെ പ്രത്യേകത എന്ന് മുഖവുരയായി പറഞ്ഞുകൊണ്ട് തുടങ്ങേണ്ടിയിരിക്കുന്നു. ഏവർക്കും അറിയാവുന്നതുപോലെ മലവാഴിയാട്ടം വെറുമൊരു കലാപ്രകടനമല്ല, അത് മലയ ദൈവതത്തെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി നടത്തുന്ന ആചാരവും അനുഷ്ഠാനവുമാണ്. ഇവിടം സങ്കൽപ്പിച്ച് നടത്തിയ പ്രാർത്ഥനകൾ സഫലമായതിനും സങ്കടങ്ങൾക്ക് നിവൃത്തിയുണ്ടായതിനുമൊക്കെ ഈ അനുഷ്ഠാന വേദിയിൽ എത്തുന്നവർ അനുഭവസ്ഥരാണ്. അസാധ്യമെന്ന് കരുതിയ പലതും മലവാരത്തമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സാധ്യമായിത്തീർന്നതിന്റെ അനുഭവത്തിൽ ഭക്തർ വഴിപാടുകളും കാണിക്കകളും അർപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ മലവാരത്തമ്മ കോമരമെന്ന മാധ്യമത്തിലൂടെ പ്രത്യക്ഷപ്പെടുകയും ആരാധകരുമായി സംവദിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് മലവാഴിയാട്ടത്തിന്റെ സർവ്വപ്രധാനമായ സന്ദർഭം. മറ്റെല്ലാം ഈ സവിശേഷ സന്ദർഭത്തിനു മുന്നിൽ അപ്രധാനങ്ങളോ ഉപപ്രധാനങ്ങളോ മാത്രമാണ്. എന്നാൽ അതപ്രകാരമായിരിക്കെത്തന്നെ വ്യത്യസ്തമായ മറ്റൊരു വശമാണ് ഈ ലക്കത്തിൽ നമ്മുടെ ചിന്താവിഷയം. മലവാഴിത്തറയിലെ വിശ്വാസസങ്കല്പങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ പിൻബലം നൽകുന്ന ചില ആശയഗതികളെക്കുറിച്ചാണത്. ഇത് ഒരു വിശകലനം അർഹിക്കുന്ന തലമാണ് എന്ന് കരുതുന്നവർ ധാരാളമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു ഉദ്യമത്തിന് കൾട്ട് ഡീകോഡർ തയ്യാറായിരിക്കുന്നത്. ഇത് പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പ്രപിതാമഹന്മാർ അഥവാ പൂർവിക മുത്തപ്പന്മാർ തങ്ങൾ കണ്ടെത്തിക്കൊണ്ടു നടന്ന മൂല്യങ്ങളെ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും പ്രതീകരൂപങ്ങളിൽ അടക്കം ചെയ്താണ് ഭാവിയിലേക്ക് സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ഈ അവസരത്തിൽ ആ പ്രതീകങ്ങളെ അഥവാ കോഡുകളെ നാം ഡീകോഡ് ചെയ്ത് കാണേണ്ടതുണ്ട്. ആ വഴിക്കുള്ള എളിയ പരിശ്രമം കൂടി ഈ എപ്പിസോഡിന്റെ ഭാഗമാണ്. അഭിപ്രായങ്ങളും വിമർശനങ്ങളും കൊണ്ട് ഈ ചർച്ചയിൽ നിങ്ങളും പങ്കുചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലേക്ക് ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ എന്തുതന്നെയായാലും സ്വാഗതം ചെയ്യുന്നു. ചെല്ലാം നേരെ വിഷയത്തിലേക്ക്. നമുക്കറിയാവുന്നതുപോലെ മലവാഴിത്തറക്ക് മേൽ കുടികൊള്ളുന്നത് ഇരട്ടകളായി പിറന്ന ദൈവമക്കളാണ്. ആങ്ങളെയും പെങ്ങളുമായ അവർ ഇരട്ടകളാണെന്നതുകൊണ്ട് സമപ്രായക്കാരുമാണ്. എങ്കിലും പേര് സൂചിപ്പിക്കുന്നതുപോലെ മലവാഴിത്തറയുടെ പ്രധാന ശക്തികേന്ദ്രം മലവാഴിയാണ്. ആ നിലയ്ക്ക് പെങ്ങൾക്കാണ് മുതിർന്ന സ്ഥാനം. പെങ്ങളാണ് ആദ്യാവസാനം ആരാധ്യബിംബം. ഒരു ദേവത അമ്മയായും പെങ്ങളായും ആരാധിക്കപ്പെടുന്ന ഇതുപോലൊരിടം വേറെയില്ല. സ്ത്രീത്വം അമൂല്യവും മാതൃത്വം മഹത്തരവുമാണെന്നുള്ള ദർശനത്തെയാണ് ഗോത്രപ്പഴമ മലവാഴിത്തറയിൽ സൂക്ഷ്മമായും കണിശമായും ഉറപ്പിച്ചു വച്ചിരിക്കുന്നത്. ഈ തത്വദർശനം അതിന്റെ സാകല്യത്തോടെ സ്വാംശീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ജ്ഞാനമൂർത്തിയായാണ് ആങ്ങള പെങ്ങൾക്ക് സമീപസ്ഥനായി ഇരിക്കുന്നത്. സാഹോദര്യം, സഹവർത്തിത്വം എന്നീ ഉത്തമ മൂല്യങ്ങൾ ഇവിടെ അന്തർഭവിച്ചിരിക്കുന്നതായി കാണാം. ആരാധകന്റെ പാർപ്പിടത്തിനോട് ചേർന്നുള്ള നടുമുറ്റത്ത് പടിഞ്ഞാട്ട് അഭിമുഖമായാണ് മലവാഴിത്തറ സ്ഥിതി ചെയ്യുന്നത്. ആരാധ്യദേവതയായ മലവാരത്തമ്മയുടെ ആയുധത്തിനുമുണ്ട് സവിശേഷത. കാരണം അതിൽ ഒരു സുപ്രധാന സന്ദേശം വിളങ്ങുന്നു. അത് വഴിയെ പറയുന്നതാണ്. നമുക്ക് പരിചയമുള്ള മറ്റനവധി ദൈവങ്ങളുടെ ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് മലവാരത്തമ്മയുടെ തിരുവായുധം. മലവാരത്തമ്മയുടെ ആയുധം ഒരു പണിയുപകരണമായ കൊയ്ത്തരിവാളാണെന്നത് നമ്മിൽ ആശ്ചര്യമുണർത്തും. അത് മൃഗവേട്ടക്കുള്ള ഒരു യന്ത്രമല്ല, അതൊരു യുദ്ധ ഉപകരണവുമല്ല, മറിച്ച് അത് ഒരു കാർഷികോപകരണമായ കൊയ്ത്തരിവാളത്രേ. ഒരു ദൈവം ഇത്തരത്തിൽ കേവലം ഒരു പണിയുപകരണം ദിവ്യായുധമായി മുറുകെ പിടിക്കുന്നത് എന്തിനായിരിക്കാം? ഐശ്വര്യ സമ്പാദനത്തിൽ കർമ്മം ചെയ്യേണ്ടതിന്റെ ആവശ്യകത പ്രഥമവും പ്രധാനവുമാണെന്ന സന്ദേശം മലവാരത്തമ്മയുടെ ആയുധം നമുക്ക് നൽകുന്നു. ഫലം കൊയ്തെടുക്കുന്നത് അധ്വാനത്തിന്റെ അവശ്യം ഭാഗമാണെന്നു കൂടി സൂചിപ്പിക്കുന്നുണ്ട് തിരുവായുധമായ കൊയ്ത്തരിവാൾ. മലവാഴിത്തറ ഉയിർകൊണ്ട കാലത്തിനനുയോജ്യമായി അതിന്റെ ദർശനം ഭക്ഷ്യധാന്യം വിളയുന്ന നെൽവയലിനെ മാതൃകാ പണിയിടമായാണെടുത്തിരിക്കുന്നത്. സ്ഥലകാലങ്ങൾ മാറുമ്പോൾ പണിയും പണിയുപകരണങ്ങളും പണിയിടങ്ങളും മാറുമെങ്കിലും പണിയുടെ പ്രസക്തി മാറുന്നില്ല. നേരത്തെ അടിത്തറയിട്ടുറപ്പിച്ചുവച്ച സാഹോദര്യത്തോടെയുള്ള സഹവർത്തിത്വം എന്ന ആശയം പോലും പണിയിടങ്ങളിൽ നിന്നാണ് വന്നത്. അക്കാലം പാടങ്ങൾ മാതൃകാ പണിയിടങ്ങളും പണിയിടങ്ങൾ പാട്ടിടങ്ങളുമായിരുന്നു. അധ്വാനം സർഗാത്മകതയെയും തിരിച്ച് സർഗാത്മകത അധ്വാനത്തെയും സജീവമാക്കുന്ന ജീവിതരീതിയെ അത് പ്രോത്സാഹിപ്പിച്ചു പോന്നു.
സ്ത്രീകളും പുരുഷന്മാരും ഒത്തുചേർന്ന് പൊതു അഭിവൃദ്ധിയെന്ന ലക്ഷ്യത്തോടെ വർത്തിച്ചപ്പോൾ അവർക്കിടയിൽ അത്ഭുതകരമായ ഒരു പുതിയ ബന്ധം ഉടലെടുക്കുന്നതായി പുരാതന മനുഷ്യൻ കണ്ടെത്തി. സഹോദരീ-സഹോദരബന്ധം എന്ന ആ പ്രതിഭാസത്തെ അവർ അടയാളപ്പെടുത്തുകയായിരുന്നു. ആ മഹാശക്തിയുടെ പേരിന് തുല്യം നിൽക്കാൻ സൗഹൃദം, പ്രണയം എന്നിവയടക്കം പര്യാപ്തമാണോ എന്നത് പ്രതിഭയുടെ പരീക്ഷണശാലയിൽ പരിശോധിക്കപ്പെട്ടിരിക്കാം. സാഹോദര്യത്തിനോളം തെളിമയോ ഗരിമയോ സ്ഥിരതയോ പേറുന്നതല്ല മറ്റൊന്നും എന്നതായിരുന്നു ലഭിച്ച ഫലം. ആഹാരത്തിനും ആത്മീയതയ്ക്കും ഒരേ സമയം ഊർജ്ജമായി വർത്തിക്കാൻ കഴിവുള്ള അപൂർവ ശക്തിവിശേഷമായി അവരതിനെ അംഗീകരിച്ചു. ജീവശാസ്ത്രപരമല്ലാതെ തന്നെയുള്ള സഹോദരീ-സഹോദരബന്ധം മനുഷ്യബന്ധങ്ങളിൽ മഹത്തരമാണെന്നത് ആവേശകരമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു. കാരണം ആരോഗ്യകരമായ സാമൂഹ്യബന്ധത്തിന് അത് ശക്തമായ അടിത്തറയായി ഭവിക്കുന്നു. രക്തബന്ധാധിഷ്ഠിതമായ സാഹോദര്യത്തേക്കാൾ ഒരു പടി ഉന്നതമായ ആ പുതിയ പ്രതിഭാസത്തിന് ഗോത്രജനത നിർവചനം കണ്ടെത്താൻ ശ്രമിച്ച സ്ഥലത്താണ് മലവാഴിത്തറ ആദ്യം ജന്മം കൊണ്ടത്. ആശയങ്ങൾ അക്ഷരരൂപം പ്രാപിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ മനുഷ്യഭാവനയിൽ കാവ്യബിംബങ്ങളായി രൂപം പൂണ്ടു. ആവേശകരമായ ആശയങ്ങൾ സമൂഹ മനസ്സിലേക്ക് സംക്രമിപ്പിക്കുന്നതിനുള്ള ഒരു പുരാതന രീതി. അവയെ കാവ്യാത്മകവും കലാപരവുമായ വഴിയിലൂടെ ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും രൂപത്തിൽ വർണ്ണഘോഷത്തോടെ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അന്നില്ലാതിരുന്ന എഴുത്തിനേക്കാളും വായനയേക്കാളും പ്രസംഗത്തേക്കാളും ശക്തമായ മാധ്യമമായി അനുഷ്ഠാനങ്ങൾ ആ കൃത്യം നിർവഹിച്ചു. മലവാഴിത്തറയും മലവാഴിയാട്ടവും ആവിർഭവിച്ചതിലും ഇതേ മട്ടിലുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നിരിക്കാം എന്ന് അനുമാനിക്കുന്നു. ആശയസംഹിതകളെ ഇസം എന്ന് ചേർത്ത് നാം പേര് വിളിക്കാറുണ്ട്. ഒരു ഇസത്തെ സഹജീവികളുടെ ബോധമണ്ഡലത്തിലേക്ക് പ്രസരിപ്പിക്കാൻ ആദിമമനുഷ്യൻ ശ്രമിച്ചപ്പോഴൊക്കെ ആവശ്യമറിഞ്ഞ് സഹായത്തിനെത്തിയ ആളാണ് ഈശ്വരൻ. എങ്ങനെയെന്നാൽ പ്രചരിപ്പിക്കേണ്ട ആശയഗതിക്ക് ഉചിതമായ വിധത്തിൽ ഈശ്വരൻ സ്വയം അവതരിക്കുന്നു, അല്ലെങ്കിൽ തന്നിൽ നിന്ന് അവതാരങ്ങളെ ജനിപ്പിക്കുന്നു. ഉദിപ്പനത്തപ്പന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് ഇരട്ടക്കുഞ്ഞുങ്ങളായി മലവാരം ദൈവങ്ങൾ ജനിച്ചതും ഇതേ സാഹചര്യത്തിലായിരുന്നു. പരമസത്തയുടെ മൂന്നാം ചക്ഷുസ്സിൽ നിന്ന് പ്രകാശരൂപത്തിൽ പൊട്ടിവിടർന്ന് സ്ഫടികസമാന ശരീരരായി വേർതിരിഞ്ഞാണല്ലോ ഇരട്ടകളായ ദേവശിശുക്കൾ പിറന്നത്. ആ തെയ്യപ്പിള്ളങ്ങളുടെ പിറവി ഹൃദയം കൊണ്ട് കാണുകയും അതിന്റെ പളുങ്കുപോലുള്ള സാഹോദര്യ തത്വത്തെ ചങ്കും ചങ്കിടിപ്പുമാക്കി മാനവകുലത്തിന്റെ നടുമുറ്റത്ത് വച്ച് ആദരിക്കാനിഷ്ടപ്പെടുകയും അത് അനുഷ്ഠാനകലാ രൂപത്തിൽ സഹജീവികൾക്ക് അനുഭവവേദ്യമാക്കാൻ മലവാഴിയാട്ടമെന്ന ഒരു കളിയരങ്ങ് ആവിഷ്കരിക്കുകയും ചെയ്തത് സുകൃതാത്മാക്കളായ മുൻകാല മുക്തന്മാരാണ്. അവരുടെ പ്രത്യുൽപ്പന്നമതിത്വത്തെ അത്ഭുതാതരങ്ങളോടെ മനസാ സ്മരിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തത്കാലം അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.